ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്ലിപ്സാണ് കേട്ടോ. അതായത് എലിഗേറ്റഡ് ക്ലിപ്സ് യൂസ് ചെയ്തിട്ടോ കുറച്ച് ബീഡ്സ് യൂസ് ചെയ്തിട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ 8mm ബീഡ്സാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് 4mm യൂസ് ചെയ്യാം, 5mm യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ ഗയർ വയർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 60 സെൻറ്റിമീറ്ററാണ്, അതായത് 60 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് ഞാൻ എടുത്തത്. ഇത് ഞാനിങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു 5 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം 5mm എടുക്കുകയാണെങ്കിലും 4mm ആണെങ്കിൽ 6, 7 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് കുറച്ച് വലിയ ബീഡായതുകൊണ്ട് ഞാനൊരു 5 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എത്ര എണ്ണമാണോ ഇട്ടത് അതിൻ്റെ ഒന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഞാൻ 5 എണ്ണം ഇട്ടു, ഇനി 4 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ 6 എണ്ണം ഇട്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണം ഇട്ട് കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ 7 ആണെങ്കിൽ 6, അങ്ങനെ ഒന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനൊരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മറ്റേ ഒരു ഭാഗം പിടിച്ചിട്ട് ഈ ഒരു 4 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഓപ്പോസിറ്റായിട്ട് ഇട്ടിട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. നമുക്കത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെല്ലെ പരത്തിയിട്ട് ഇങ്ങനെ നോക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ 4 എണ്ണം ഇട്ടത് ഇനി ഒന്നുകൂടെ കുറച്ചിട്ട് 3 എണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ 5 എണ്ണം ഇട്ട് കൊടുക്കുന്നിടത്ത് 4 എണ്ണം ഇട്ട് ഒന്നുകൂടെ കുറച്ചിട്ട് 3 എണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒന്ന് വരെ ഒന്ന് ചെയ്തെടുക്കുക. അതുപോലെ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒന്നിടുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വലിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ 4mm 5mm ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു 8mm അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്താൽ ഏകദേശം ഒരു കറക്റ്റ് സൈസാവും. ഓക്കെ, ഞാൻ അങ്ങനെയെല്ലാം സെയിം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു സൈഡും ചെയ്തെടുക്കണം. നമുക്കൊരു ബോ പോലെയാണ് കിട്ടേണ്ടത്. അത് മറ്റേ സൈഡിലേക്ക് നമുക്ക് ഇനി ഇടണമെങ്കിൽ 2 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് 2 എണ്ണം അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 എണ്ണം ചെയ്യുക. അതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ 4 എണ്ണം ചെയ്യുക. അങ്ങനെ 5 എണ്ണം ചെയ്യുക കേട്ടോ. നമുക്ക് 5 എണ്ണം അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അതാ നമുക്ക് ലാസ്റ്റ് 5-മത്തേത് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ കൂട്ടിയിട്ടൊന്ന് മെല്ലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പിരിച്ച് കൊടുക്കണം, ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗയർ വയർ അങ്ങനെ ടൈ ചെയ്താൽ അയഞ്ഞു പോരുന്നില്ല. പക്ഷേ ഓവറായിട്ട് ടൈ ചെയ്താലുള്ളൊരു പ്രശ്നം അതവിടെ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഭയങ്കര ഇതാക്കിയിട്ടല്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ബാക്കി വരുന്ന ഗയർ വയർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ എൻ്റെ ഉള്ളിലോട്ടേക്ക് ഞാനൊന്ന് മെല്ലെ ഇറക്കി കൊടുക്കണം കേട്ടോ. ഒന്നുകൂടെ ആ ഒരു കെട്ടുള്ള ഭാഗം കാണാതെക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഉള്ളിലോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബോ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എലിഗേറ്റർ ക്ലിപ്പാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ക്ലിപ്സ് ആണെങ്കിലും പറ്റും കേട്ടോ. എല്ലാ ക്ലിപ്സും പറ്റും. എലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഞാനൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത ഗമ്മ് കണ്ടില്ലേ, B7000 ആണ് കേട്ടോ. അത് നല്ലോണം ഒട്ടും, പറഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട. അത് ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് നിൽക്കും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സമയം കൊടുക്കണം കേട്ടോ.